നമസ്കാരം. BMC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് അഞ്ജിത പീറ്റർ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സിറ്റി ടവർ, സിറ്റി വെയർ, സിറ്റി ഷൂസ് അങ്കമാലി, പവർഡ് ബൈ ലിയോടെക് സോളാർ സൊല്യൂഷൻസ്, മൈൽ ഫുഡ് സ്റ്റഫ് മൂക്കന്നൂർ ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. ശക്തമായ അടിയൊഴുക്ക് അർജുനായുള്ള രക്ഷാദൌത്യം നീളും. ശക്തമായ അടിയൊഴുക്ക് അർജുനായുള്ള രക്ഷാദൌത്യം നീളും. ഷിരൂരിൽ ഡൈവിംഗ് സാധ്യമാകുക അടിയൊഴുക്ക് 2 knots എത്തിയാൽ മാത്രം. അടിയൊഴുക്ക് കുറയണമെങ്കിൽ ശക്തമായ മഴ മാറി നിൽക്കണം. ഇന്ന് ഡീപ് ഡൈവ് സാധ്യമാവില്ല. ഗംഗാവാലി പുഴയിലെ നിലവിലെ അടിയൊഴുക്ക് 7 knots കൂടുതലെന്ന് നാവികസേന അറിയിച്ചു. 1 knot എന്നത് മണിക്കൂറിൽ 1.85 കിലോമീറ്റർ വേഗതയിലുള്ള അടിയൊഴുക്കാണ്. നിലവിലെ സാഹചര്യത്തിൽ ഡൈവ് ചെയ്താൽ അപകട സാധ്യതയെന്ന് നാവികസേന അറിയിച്ചു. കേന്ദ്ര ബജറ്റിൽ കേരളത്തിന് 3000 കോടിയിലധികം കിട്ടി. തുറന്ന സംവാദത്തിന് തയ്യാർ കെ സുരേന്ദ്രൻ. കേന്ദ്ര ബജറ്റിൽ സംസ്ഥാനത്തെ റെയിൽവേ വികസനത്തിന് 3000 കോടിയിലധികം രൂപ കേന്ദ്രം അനുവദിച്ചിട്ടുണ്ടെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. കേന്ദ്ര ബജറ്റിനെ കുറിച്ച് LDFും UDFും കള്ളം പ്രചരിപ്പിക്കുന്നു. എയിംസിന്റെ കാര്യത്തിൽ സംസ്ഥാന സർക്കാരിന് തന്നെ വ്യക്തതയില്ല. കിനാലൂരിൽ എയിംസ് വരുന്ന കാര്യത്തിൽ BJPക്ക് പ്രശ്നമില്ല. എന്നാൽ അതുമായി ബന്ധപ്പെട്ട നടപടികൾ പൂർത്തിയായിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. എയിംസ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് റിയൽ എസ്റ്റേറ്റ് ലോബി സജീവമായി രംഗത്തുണ്ട്. പിണറായി സർക്കാരിന്റെ കേന്ദ്രവിരുദ്ധ പ്രചാരണത്തിൽ കേരളത്തിലെ പ്രതിപക്ഷം പെട്ടുപോയി. ബജറ്റിൽ തുറന്ന സംവാദത്തിന് ഇരുമുന്നണികളെയും സുരേന്ദ്രൻ ക്ഷണിച്ചു. മോദി വിരുദ്ധതയുടെ കാര്യത്തിൽ പരസ്പരം മത്സരിക്കുകയാണ് ഇടതു വലത് മുന്നണികളെന്ന് സുരേന്ദ്രൻ കുറ്റപ്പെടുത്തി. നിങ്ങളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് പരിപൂർണതയേകുവാൻ പുതുപുത്തൻ മോഡലുകളിലുള്ള വർണ്ണ വസ്ത്രങ്ങൾ വൻ വിലക്കിഴിവിൽ 50% വരെ വിലക്കിഴിവ്. സിറ്റി ടവർ NRI ഫെസ്റ്റ്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായി പ്രമുഖ കമ്പനികളുടെ പാദരക്ഷകൾ വൻ വിലക്കിഴിവിൽ. ലേഡീസ് ബാഗ്, സ്കൂൾ ബാഗ്, ട്രാവൽ ബാഗുകൾ എന്നിവ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മോഡലുകളിൽ ലഭ്യമാണ്. 3000 രൂപ വില വരുന്ന ഷെർവാണി വെറും 500 രൂപയ്ക്ക്. സഫാരി ഹാർഡ് കേസ് ട്രോളി ബാഗ് കോംബോ ഓഫർ. വിവിധ വലുപ്പത്തിലുള്ള 3 എണ്ണം വെറും 6999 രൂപയ്ക്ക്. 70% ഡിസ്കൗണ്ടിൽ മറ്റ് പ്രമുഖ കമ്പനികളുടെ ട്രോളി ബാഗുകളും. പുരുഷന്മാർക്കായി പ്രമുഖ ബ്രാൻഡുകളുടെ ഷർട്ടുകൾ, ടീഷർട്ടുകൾ, കാർഗോസ്, ഷൂസ്, ചപ്പൽസ് എന്നിവയും NRI ഫെസ്റ്റിന്റെ ഭാഗമായി ഒരുക്കിയിരിക്കുന്നു. ഓഗസ്റ്റ് 5 അവസാനിക്കുന്ന NRI ഫെസ്റ്റിന്റെ ഷോപ്പിംഗ് വിസ്മയം അനുഭവിച്ചറിയൂ. സിറ്റി ടവർ ഓപ്പോസിറ്റ് KSRTC ബസ് സ്റ്റാൻഡ് അങ്കമാലി. ഫോൺ 0484245555. പാരീസ് അതിവേഗ റെയിൽ ശൃംഖലയ്ക്ക് നേരെ ആക്രമണം. സംഭവം ഒളിമ്പിക്സ് ഉദ്ഘാടനത്തിന് തൊട്ടു മുൻപ്. ഗതാഗതം താറുമാറായി. 4 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ 33ാം ഒളിമ്പിക്സിന് പാരീസിൽ തുടക്കം കുറിക്കാൻ മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ ഫ്രാൻസിൽ ആക്രമണം. ഫ്രാൻസിലെ അതിവേഗ റെയിലിന് നേരെ ആക്രമണം. കഴിഞ്ഞ രാത്രി പാരീസിലെ റെയിൽ സംവിധാനത്തിന് നേരെ തീവെപ്പുണ്ടായതായാണ് റിപ്പോർട്ട്. ഇതോടെ ഭൂരിഭാഗം മേഖലകളിലേക്കുമുള്ള റെയിൽ ഗതാഗതം താറുമാറായി. മുഖ്യ സൂത്രധാരൻ പങ്കജ് കുമാറുമായി ഒത്തുകളിച്ചു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ നിർണായക കണ്ടെത്തലുമായി CBI. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ നിർണായക കണ്ടെത്തലുമായി CBI. ഹസാരിബാഗ് ഒയാസിസ് സ്കൂൾ പ്രിൻസിപ്പളും വൈസ് പ്രിൻസിപ്പളും കേസിലെ മുഖ്യ സൂത്രധാരൻ പങ്കജ് കുമാറുമായി ചേർന്ന് ഒത്തുകളിച്ചുവെന്ന് CBI പറയുന്നു. ചോദ്യപേപ്പർ സൂക്ഷിച്ചിരുന്ന പെട്ടി പൊട്ടിച്ചതും പങ്കജാണെന്നും CBI കണ്ടെത്തി. കേസിൽ ഇതുവരെ 36 പേരെ അറസ്റ്റ് ചെയ്തു. മയിലിന്റെ അപ്പം പൊടി ഉണ്ടെങ്കിൽ ഇനി ആർക്കും ഉണ്ടാക്കാം. കൊതിപ്പിക്കുന്ന നല്ല 1-ാം തരം അപ്പവും പത്തിരിയും. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്. ശ്രേഷ്ഠം സമ്പുഷ്ടം.
ഡൽഹിയിൽ 16 വയസ്സുകാരിയെ തോക്ക് ചൂണ്ടി ബലാത്സംഗം ചെയ്ത ശേഷം കെട്ടിടത്തിന് മുകളിൽ നിന്നും തള്ളിയിട്ടു. ഡൽഹിയിലെ ദ്വാരകയിൽ 16-കാരിയെ തോക്ക് ചൂണ്ടി ബലാത്സംഗം ചെയ്യുകയും കെട്ടിടത്തിൽ നിന്ന് തള്ളുകയും ചെയ്തതായി പോലീസ് വ്യാഴാഴ്ച പറഞ്ഞു. വീഴ്ചയിൽ കാലിന് പരിക്കേറ്റ പെൺകുട്ടി ഇപ്പോൾ ദീൻദയാൽ ഉപാധ്യായ ആശുപത്രിയിൽ ചികിത്സയിലാണ്. തന്റെ സുഹൃത്തായ അയൽവാസി തന്നെ പിസ്റ്റൾ കാണിക്കുകയും മേൽക്കൂരയിലേക്ക് കൊണ്ടുപോയി ബലാത്സംഗം ചെയ്യുകയും തുടർന്ന് കെട്ടിടത്തിന്റെ 4ാം നിലയിൽ നിന്ന് തള്ളിയിടുകയും ചെയ്തുവെന്ന് പെൺകുട്ടി അവകാശപ്പെട്ടതായി ഡൽഹി പോലീസ് പറയുന്നു. തിരുവല്ലയിൽ കാറിന് തീപിടിച്ച് 2 മരണം, കത്തിക്കരിഞ്ഞ നിലയിൽ 2 മൃതദേഹം. പത്തനംതിട്ട തിരുവല്ലയിൽ കാറിന് തീപിടിച്ച് 2 മരണം, കാറിനുള്ളിൽ കത്തിക്കരിഞ്ഞ നിലയിൽ 2 മൃതദേഹങ്ങൾ കണ്ടെത്തി. വേങ്ങലിൽ പാടത്തോട് ചേർന്ന റോഡിൽ ഇന്ന് ഉച്ചയോടെയാണ് സംഭവം. തുകലശ്ശേരി സ്വദേശിയുടെ ഉടമസ്ഥതയിലുള്ള വാഗണർ കാറാണ് കത്തിയമർന്നത്. ഒരു പുരുഷന്റെയും സ്ത്രീയുടെയും മൃതദേഹമാണിതെന്ന പ്രാഥമിക നിഗമനത്തിലാണ് പോലീസ്. മരിച്ചവരെ തിരിച്ചറിഞ്ഞിട്ടില്ല. അപകട മരണമാണോ എന്നും പോലീസ് ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. കാർ പൂർണ്ണമായും കത്തിയമർന്ന നിലയിലാണ്. കത്തിക്കരിഞ്ഞ നിലയിലാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. കാറിന് തീപിടിച്ച വിവരമറിഞ്ഞ് ഫയർഫോഴ്സ് സ്ഥലത്തെത്തി തീ അണയ്ക്കുകയായിരുന്നു. സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തുമെന്ന് പോലീസ് അറിയിച്ചു. മൃതദേഹങ്ങൾ ആശുപത്രിയിലേക്ക് മാറ്റി. ആരോഗ്യമന്ത്രിയുടെ ഓഫീസിലെ നിയമന കോഴ കെട്ടിച്ചമച്ചത് 4 പ്രതികൾ കുറ്റപത്രം സമർപ്പിച്ചു. ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ PA-യുടെ പേരുപയോഗിച്ചുള്ള നിയമന തട്ടിപ്പിൽ രാഷ്ട്രീയ ഗൂഢാലോചന തള്ളി പോലീസിന്റെ കുറ്റപത്രം. സാമ്പത്തിക ലാഭം ലക്ഷ്യമിട്ട് മുൻ AISF നേതാവ് KP ബാസിദും പത്തനംതിട്ടയിലെ CITU ഓഫീസ് സെക്രട്ടറിയായിരുന്ന അഖിൽ സജീവും ചേർന്ന് നടത്തിയ തട്ടിപ്പ് മാത്രമെന്ന് പോലീസ്. ആരോഗ്യമന്ത്രിയുടെ ഓഫീസിന് തട്ടിപ്പിൽ പങ്കില്ലെന്നും സ്ഥിരീകരിച്ചാണ് കുറ്റപത്രം നൽകിയത്. ബില്ലുകൾ രാഷ്ട്രപതിക്ക് അയച്ച ഗവർണറുടെ നടപടിയാണോ ശരിയെന്ന് ഇനി ഉന്നത നീതിപീഠം തീരുമാനിക്കും. മന്ത്രി രാജീവ്. നിരവധി ബില്ലുകൾ ഗവർണർ പിടിച്ചുവെച്ചതുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചതെന്ന് മന്ത്രി P. രാജീവ്. എന്നാൽ ഗവർണർ അപ്പോൾ ബില്ലുകൾ രാഷ്ട്രപതിക്ക് അയക്കുകയായിരുന്നു. ആ നീക്കമാണ് ഇപ്പോൾ സുപ്രീം കോടതി പരിഗണിക്കുന്നത്. ഈ വിഷയം ഭരണഘടനാപരമായി പരിശോധിക്കണമെന്ന് സുപ്രീം കോടതിക്ക് ബോധ്യമായി. ഏതാണ് ശരിയെന്ന് ഇനി ഉന്നത നീതിപീഠം തീരുമാനിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ആമയിഴഞ്ചാൻ തോടിന്റെ വിവിധ ഭാഗങ്ങളിൽ 10 AI ക്യാമറകൾ സ്ഥാപിക്കും. റിപ്പോർട്ട് സമർപ്പിച്ച് നഗരസഭ. ആമയിഴഞ്ചാൻ തോട്ടിലെ അപകടം ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ച് തിരുവനന്തപുരം നഗരസഭ. ആമയിഴഞ്ചാൻ തോടിന്റെ വിവിധ ഭാഗങ്ങളിൽ 10 AI ക്യാമറകൾ സ്ഥാപിക്കും. തോട്ടിൽ മാലിന്യം നിക്ഷേപിക്കുന്നവർക്കെതിരെ നടപടി തുടങ്ങിയെന്നും നഗരസഭ ഹൈക്കോടതിയെ അറിയിച്ചു. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.